നോക്കുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP തയ്യാറെടുക്കുകയാണ്. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ട് എന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. രേഖാമൂലം മറുപടി നൽകാൻ അവസരം നൽകണമെന്നും സ്വത്ത് സംബന്ധിച്ച് എല്ലാ രേഖകളും നൽകാമെന്നും ഉറപ്പ് ADGP നൽകി. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് മൊഴി നൽകിയപ്പോൾ ADGP വ്യക്തമാക്കിയത്? അതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ADGP ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയാണ് മൊഴി നൽകിയത്. അത് മുഴുവനായും മൊഴിയെടുപ്പ് ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഒരു DGP ADGPയുടെ മൊഴിയെടുക്കുന്നു എന്ന അസ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. അദ്ദേഹത്തോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞതെന്ന് നമുക്കറിയണം. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ADGPക്കെതിരായ പരാതി. രണ്ട്, ADGP തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നുള്ളത്. അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണം വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ഏത് രീതിയിലാണ് മൊഴി നൽകിയത്? ഒരു ആരോപണ വിധേയനായിട്ടാണോ അതോ ഒരു പരാതിക്കാരനായിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ട് എന്ന് ADGP മൊഴി നൽകിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേസമയം അൻവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ അവസാനം കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ADGP DGPയോട് പറഞ്ഞത്? അശ്വതി, പ്രധാനമായും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അക്കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിനപ്പുറത്തേക്ക് ADGPക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി കേൾക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ADGP നൽകിയ മൊഴി PV അൻവറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി PV അൻവറിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ടെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കുഴൽപ്പണം പിടികൂടിയ കേസുകൾ, അവിടുത്തെ സ്വർണ്ണവേട്ട സംബന്ധിച്ച കേസുകൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി കേന്ദ്രീകരിച്ച് നടന്ന ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിന്റെ കണക്കുകൾ വിവരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ADGPയോട് ADGP MR അജിത് കുമാറിനോട് PV അൻവറിന് വ്യക്തിപരമായ വിരോധം ഉണ്ടാകാനുള്ള കാരണം അത് ഒരു ഓൺലൈൻ ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്ന് ഉണ്ടായ സംഭവമാണ്. കേസെടുത്തിരുന്നു, എന്നാൽ തീവ്രവാദ ബന്ധം വരുന്ന തരത്തിലുള്ള വകുപ്പുകൾ അത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു. എന്നാൽ അതിന് വഴങ്ങിയില്ല. ആ ഒരു സംഭവത്തിൽ തുടങ്ങുന്ന പ്രതികാരമാണ്, അതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വന്നു നിൽക്കുന്നത്. അതേസമയം തന്നെ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കവും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ DGP സർക്കാരിന് ശുപാർശ നൽകിയിരുന്നത് ADGPയുടെ സ്വത്ത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ്. പ്രധാനം കവടിയാറിൽ നിർമ്മിക്കുന്ന വീട്, കൊട്ടാര സദൃശ്യമായ വീടിന്റെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സ്രോതസ്, അത് എവിടെ നിന്നാണ് ഇത്ര അധികം വരുമാനമുണ്ടായത് എന്ന കാര്യം PV അൻവർ പരാതിയായി തന്നെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് വളരെ പെട്ടെന്ന് തന്നെ DGPയുടെ ഭാഗത്തു നിന്ന് ശുപാർശ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് നിർണായകം. വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുമോ ഇല്ലയോ എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന കാര്യം. മറ്റൊന്ന്, ഒരാഴ്ചയ്ക്കുള്ളിൽ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊരു റിപ്പോർട്ടായി തന്നെ സർക്കാരിന് DGP നൽകിയേക്കും. പോലീസ് ആസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരവുമുണ്ട്. PV അൻവർ ആകട്ടെ കഴിഞ്ഞ ദിവസം DGPക്ക് നിരവധി കത്തുകൾ നൽകിയിരുന്നു. അതിൽ ഒന്ന്, ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു. മലപ്പുറത്തുള്ള കുടുംബാംഗങ്ങൾക്ക് പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കണം, പോലീസുകാരെ അവരുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കണം എന്ന കാര്യം കത്തിലൂടെ PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ഊമക്കത്ത് ലഭിച്ചു, കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ഈ കത്തിലുണ്ടായിരുന്നതെന്നും അൻവർ DGPക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. മറ്റു ചില കത്തുകൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണം, അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ തടഞ്ഞതില്, ആ സംഭവത്തിൽ മലപ്പുറം ജില്ലയിൽ നിരവധി തവണ ഇത്തരത്തിൽ സുൽദാസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. ശശിധരനുമായി ബന്ധപ്പെട്ട SP ശശിധരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളല്ല പ്രധാനമായും MR അജിത് കുമാറിനും സുൽദാസിനുമെതിരെയുള്ള അന്വേഷണങ്ങൾ, അത് വിവിധ സംഭവങ്ങളിലായുള്ള അന്വേഷണമാണ്. ഇതിനെല്ലാം തന്നെ പ്രത്യേകം കത്താണ് DGPക്ക് നൽകിയിട്ടുള്ളത്. അക്കാര്യങ്ങളിലും പോലീസ് ആസ്ഥാനം കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.